നമുക്കൊക്കെ സാധാരണയായിട്ട് വൃത്തിയായി നടക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നടക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുമുണ്ട്. എന്നാൽ ചില ആളുകൾ ഓവറായിട്ട് വൃത്തിയായി നടക്കുകയും അത് വൃത്തിയായിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുകയും ബുദ്ധിമുട്ടുണ്ടാവുകയും പിന്നെ അതൊരു മാനസിക സംഘർഷങ്ങളൊക്കെ എത്താറുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾക്കും ഓവറായിട്ട് വൃത്തി വേണം, അത് ശരിയായിട്ടില്ല, ഞാൻ കുളിച്ചത് ശരിയായിട്ടില്ല, ബാത്റൂമിൽ പോയി ശരിയായിട്ടില്ല, അവിടെ ക്ലീൻ ആയിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് ശരിയായിട്ട് അലക്കിയിട്ടില്ല, ഡ്രസ്സ് ശരിയായിട്ട് ഇസ്തിരി ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ എന്തോ വേസ്റ്റ് ഉണ്ട് എന്നൊക്കെ തോന്നിയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ക്ലീൻ ചെയ്യുന്ന രൂപത്തിൽ പല രീതിയിലും ഓവറായിട്ട് വൃത്തിയാവാറുണ്ട് എല്ലാവരും. അപ്പം അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴുമായിട്ടൊരു മാനസിക രോഗം പിടിപെടാൻ സാധ്യതയുണ്ട്. ഇന്ന് ആ ഒരു മാനസിക രോഗത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ പേര് റിയാസ്, കോൺവോ വെൽനസ് സെൻ്ററിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുണ്ട്. അതേ രോഗത്തിൽപ്പെട്ട ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടുതലുമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. അത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ചിന്തകൾ വരികയും ഈ ചിന്തകൾ വരുന്നത് മൂലം എന്താവും, ഒരു ആൻസൈറ്റി ഉണ്ടാവുകയും ഈ ആൻസൈറ്റിയിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടെമ്പററി റിലീഫിന് വേണ്ടിയിട്ട് ചില പ്രവൃത്തികൾ ആവർത്തിച്ച് ചെയ്യുന്നതാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നതൊരു മാനസിക രോഗമാണ്. ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങളാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത്. ഇപ്പം നമ്മളൊരു ഈ ഡിസോർഡറിൻ്റെ സിംറ്റംസ് ചെക്ക് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് കണ്ടാമിനേഷൻ ഒബ്സഷൻ എന്ന് പറയുന്നത്. കണ്ടാമിനേഷൻ ഒബ്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് പല കാര്യങ്ങൾക്കും വൃത്തിയായി നടക്കണം എന്നൊരു ചിന്തയും ആ ചിന്തയിൽ നിന്ന് കൂടുതലായിട്ട് പല കാര്യങ്ങളും വൃത്തിയായിട്ടില്ല എന്ന് തോന്നുന്നതിനനുസരിച്ച് കൂടുതലായിട്ട് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നതൊക്കെ തന്നെയാണ്. അതായത് ചിലപ്പം ഒരു വേസ്റ്റ് എന്തെങ്കിലും ജേംസോ അല്ലെങ്കിൽ മൂത്രോ അല്ലെങ്കിൽ എന്തെങ്കിലും പട്ടിയുടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാസ്റ്റൊക്കെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഭാഗത്ത് അയക്കാനാൽ ഡ്രസ്സിലയക്കാനാൽ അത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കേക്ക് ശേഷം വീണ്ടും ഓവറായിട്ട് ശരിയായിട്ടില്ല എന്ന തോന്നൽ വരികയും പിന്നീട് ആവർത്തിച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ല കുട്ടികളൊക്കെ മൂത്രോ കാസ്റ്റോ എന്തെങ്കിലുമൊക്കെ മേലയക്കാനാൽ അത് ക്ലീൻ ചെയ്ത് ശരിയായിട്ടില്ല, വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കിച്ചണിൽ പാത്രങ്ങൾ ശരിക്കല്ല കേൾക്കിയെന്ന് തോന്നിയിട്ട് പാത്രങ്ങൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കിച്ചണിൻ്റെ അടുത്തുള്ള ടൈൽസോ അവിടെയൊക്കെ എന്തെങ്കിലും വേസ്റ്റ് ആയി അത് ക്ലീൻ ചെയ്തൊരു പ്രാവശ്യം എന്ന് വിചാരിക്കുക. പക്ഷെ പിന്നീടും ചിന്തിക്കുക ക്ലീൻ ആയിട്ടില്ല എന്ന് തോന്നിയിട്ട് വീണ്ടും വീണ്ടും ഒരുപാട് സമയം ക്ലീൻ ചെയ്യാൻ വേണ്ടി സമയമെടുക്കുകയും ക്ലീൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ കുളിച്ചിട്ട് പല അവയവങ്ങളിലും വെള്ളം എത്തിയിട്ടില്ല, കുളി ശരിയായിട്ടില്ല എന്ന് തോന്നിയിട്ട് വീണ്ടും റിപ്പീറ്റിംഗ് ആയി കുളിക്കാൻ വേണ്ടി ഒരുപാട് സമയമെടുത്ത് വീണ്ടും കുളിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ജേംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ആയിക്കാനുള്ള രോഗം വരുമോ എന്നുള്ളത് വല്ലാത്ത തോന്നൽ വരികയും ഈ തോന്നൽ വന്നതിന് മൂലം പല രീതിയിൽ നമ്മുടെ ശരീരത്തെ നന്നായി വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള രോഗം വന്നു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവുമോ, ഇന്ന വേസ്റ്റ് അല്ലെങ്കിൽ ജേംസ് ഒക്കെ എൻ്റെ ശരീരത്തിൽ വരുന്നത് മൂലം തന്നെ അത് മറ്റുള്ള ആൾക്ക് സ്പ്രെഡായി വല്ല എന്തെങ്കിലും സംഭവിക്കുമോ എന്ന രീതിയിലൊക്കെ തോട്ട്സും ചിന്തയും വരികയും ഇതിനനുസരിച്ച് ചില പ്രവൃത്തികൾ ആവർത്തിച്ച് ചെയ്യേണ്ടി വരുന്ന ഒരു കാറ്റഗറിയാണ് OCDയിലെ കണ്ടാമിനേഷൻ ഒബ്സഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള കമ്പൽഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ആളുകൾ കൃത്യമായിട്ട് ഓവറായിട്ട് വൃത്തിയായി നടക്കുക എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട്. മുമ്പൊരിക്കലും 35 വയസ്സായ ഒരു യുവാവും ഒരു സ്ത്രീയും ക്ലിനിക്കിലേക്ക് വരുന്നുണ്ടായി. രണ്ടുപേരും ഫാമിലിയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. വൈഫ് കംപ്ലൈൻറ്റ്സ് ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കുളിക്കാൻ വേണ്ടി 1.5 മണിക്കൂർ എപ്പോഴും കുളിക്കാൻ വേണ്ടി സമയമെടുക്കും. ഞാൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്ത് ഔട്ടിങ്ങിന് ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിനൊന്ന് മാറ്റി കുളിച്ച് വരാനൊരു സമയം 1.5 മണിക്കൂർ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുമെന്ന് പറയും. അങ്ങനെ കാത്തിരുന്ന് മുഷിന് ലാസ്റ്റ് ഞാൻ ചില സമയങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെ എൻ്റെ ഫാമിലി ഫംഗ്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ മൂപ്പരെ കാത്ത് നിൽക്കാതെ ഒറ്റയ്ക്ക് പോവാറുണ്ട്. പിന്നീട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ക്ലാഷായി ഭയങ്കര ഇഷ്യൂസുകൾ ഉണ്ടാവാറുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പം എന്താ പ്രശ്നങ്ങൾ സംഭവിച്ച് നോക്കുകയാണെങ്കിൽ ഈ പുള്ളിക്കാരി ഒരു നോർമലായിട്ട് വൃത്തിയായി നടക്കുന്ന ഒരാളാണ്. ഇപ്പോൾ കിച്ചണിലാണെങ്കിലും അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുകയാണെങ്കിലും കുളിക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നോർമലാണ്. ഇദ്ദേഹത്തിന് അത്രത്തോളം വൃത്തിയിൽ സൂക്ഷിക്കുന്ന ഓവറായിട്ട് വൃത്തിയിൽ കൂടുതൽ കെയർ കൊടുക്കുന്ന ഒരു സ്ത്രീയല്ല ഈ വ്യക്തി. പക്ഷെ പാർട്ണർ നേരെ മറിച്ച് ഓവറായിട്ട് വൃത്തിയുള്ള ഒരാളാണ്. കുളിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഒരുപാട് സമയം എടുത്ത് കുളിക്കുകയും ഇപ്പോൾ വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നന്നായിട്ട് വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ വസ്ത്രത്തിന് എന്തെങ്കിലും ക്ലീൻ ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് അലക്കുകയും പിന്നീട് അയൺ ചെയ്യുകയും അങ്ങനെ കൂടുതൽ അതിനു വേണ്ടി സമയമെടുത്ത് ഓവറായിട്ട് ഡ്രസ്സിങ്ങിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ ടേബിളിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ വേസ്റ്റ് ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് 4-5 വട്ടം തുടച്ചതിന് ശേഷം മാത്രമേ അവിടെ പ്ലേറ്റ് വെച്ച് ഭക്ഷണം കഴിക്കുള്ളൂ. കിച്ചണിൽ കൃത്യമായിട്ട് ക്ലീൻ ആയിട്ടില്ലെങ്കിൽ അന്ന് ഭക്ഷണമൊന്നും കഴിക്കില്ല. അങ്ങനെ ഒരു രീതിയിലുള്ള എല്ലാ രീതിയിലും അദ്ദേഹത്തിന് വൃത്തിയായി കൊണ്ട് നടക്കണമെന്നൊരു പിടിവാശിയുള്ള ഒരു വ്യക്തിയാണ്. അത് കുറച്ച് കാലമായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്, അത് കുറച്ച്
കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ചെറുപ്പത്തിലും അതിൽ തന്നെ ഒരു കല്യാണത്തിൻ്റെ മുമ്പൊന്നും അദ്ദേഹത്തിന് ഇങ്ങനെ ബുദ്ധിമുട്ടില്ലായിരുന്നു. അതിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ആ സ്ത്രീ പറയുന്നത്. അപ്പോൾ കൂടുതൽ സംസാരിച്ച് വന്നപ്പോൾ പല ഫാമിലി ഇഷ്യൂസുകളായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാവാറുണ്ട്. അതായത് ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഭാര്യയായിട്ട് പലപ്പോഴും തെറ്റാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ഭാര്യ അടിക്കാറുണ്ട്. കാരണം ഭാര്യ പലപ്പോഴും അങ്ങോട്ട് പോയി ചോദ്യം ചെയ്യാറുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓവർ സമയം എടുക്കണേ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, എൻ്റെ ഫാമിലിൻ്റെ മുമ്പിലൊക്കെ ഞാൻ നാണം കേടാണ്, നിങ്ങൾ ഒരു പരിപാടിക്ക് വിളിച്ച് ഞങ്ങൾ വരാൻ ഒരുപാട് സമയം എടുക്കും, മുമ്പൊരിക്കൽ ഞാൻ ഇതേപോലെ എൻ്റെ ഫാമിലി ഒരു ഗെറ്റ് ടുഗദർ വന്ന സമയത്ത് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കുളിക്കാൻ വേണ്ടി കുളിച്ചിറങ്ങിയപ്പോൾ തന്നെ അവിടെ പരിപാടി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് ലാസ്റ്റ് കൗൺസിലിംഗ് വരുന്നത്. അപ്പം കൗൺസിലിംഗ് വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുത്തിട്ടാണ് വരുന്നത്. ഈ ഒരു പ്രശ്നം ഓവർകം ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് രണ്ടുപേരും സംസാരിച്ച് ഒന്ന് അണ്ടർസ്റ്റാൻഡൊക്കെ ആക്കി അവർ കൗൺസിലിംഗ് വരുന്നതും. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എന്താണെന്ന് അറിയില്ല, കുളിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും എനിക്ക് വെള്ളം എത്തിയിട്ടില്ല എന്ന് തോന്നൽ വരികയും പിന്നീട് ഞാൻ എന്ത് ചെയ്യും, ആ ഭാഗങ്ങളിലേക്ക് വീണ്ടും വെള്ളം എടുത്ത് ഒഴിച്ച് കൂടുതലായിട്ട് കുളിക്കാൻ വേണ്ടി ശ്രമിക്കും. എനിക്കറിയാം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, വെള്ളം എത്തിയിട്ടുണ്ടാവും എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ എൻ്റെ ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളം എത്തിയിട്ടില്ല, കയ്യിൻ്റെ ഭാഗത്ത് വെള്ളം എത്തിയിട്ടില്ല, കാലിൻ്റെ അടിയിൽ വെള്ളം എത്തിയിട്ടില്ല, പുറത്ത് വെള്ളം എത്തിയിട്ടില്ല എന്നിങ്ങനെയൊക്കെ പല രീതിയിലുള്ള ചിന്തകൾ വരികയും ഈ ചിന്ത എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ആ ഒരു ടെൻഷൻ, ഒരു ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ഭാഗങ്ങളിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് എനിക്ക് കുളിക്കാൻ വേണ്ടി കൂടുതൽ സമയം എടുക്കുന്ന സാറേ, പക്ഷെ സമയം പോകുന്നത് ഞാൻ അറിയുന്നില്ല എന്ന് അദ്ദേഹം കരഞ്ഞിട്ടാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഓവർ വൃത്തി വേണ്ട, ജസ്റ്റ് ഒന്ന് വൃത്തിയായി പോയാൽ മതി ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല, എൻ്റെ തോട്ട് അങ്ങനെയാണ് വരുന്നത്. അത് എന്ത് കാര്യം, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിനോടാണെങ്കിലും വസ്ത്രം ധരിക്കുന്ന കാര്യത്തിനോടാണെങ്കിലും കിച്ചണിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാര്യമായിട്ട് നിൽക്കുന്ന സമയത്ത് കിച്ചണിൽ ക്ലീൻ ആയിട്ടില്ലെങ്കിൽ എനിക്ക് അപ്പോൾ വല്ലാതെ ദേഷ്യം വരും. കുളിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓവറായിട്ട് സമയം എടുക്കുന്നുണ്ട്. ഇതെൻ്റെ പേഴ്സണൽ ലൈഫിനും എൻ്റെ വർക്ക് ലൈഫിനും എൻ്റെ ഫാമിലി ലൈഫിനൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ആരോടെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കളിയാക്കുമോ, മോശമായിട്ട് കരുതുമോ എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ വിഷയങ്ങളൊന്നും ആരോടും പറയാറില്ല. എൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അവളാണെങ്കിൽ ഇപ്പോൾ അവളെ ഫാമിലി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നത് കൊണ്ട് തന്നെ അവളെ ഫാമിലി എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അവർ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം അല്ലെങ്കിൽ സൈക്കോളജിനെ കാണിക്കണം എപ്പോഴും പറയാറുണ്ട്. പക്ഷേ എനിക്കതൊരു മോശമായിട്ട് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം സാർ, ആ ഒരു പ്രശ്നം ഞാൻ ഓവർകം ചെയ്തിട്ടില്ലെങ്കിൽ അതെൻ്റെ ഫാമിലിയെ വല്ലാതെ ബാധിക്കും, എൻ്റെ പേഴ്സണലിയും എൻ്റെ വർക്ക് ലൈഫിനൊക്കെ അത് വല്ലാതെ ബാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണ ബോധത്തോടു കൂടിയാണ് ഞാൻ കൗൺസിലിംഗ് വന്നത്, അദ്ദേഹം സംസാരിച്ച് തുടങ്ങിയത്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴുമായിട്ട് ഇത്തരത്തിൽ ചിന്ത വരുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയും ഇതുമൂലം ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് അത് അവരുടെ പേഴ്സണൽ ലൈഫിനും വർക്ക് ലൈഫിനും അവരുടെ ഫാമിലി ലൈഫിനൊക്കെ ബാധിക്കും. മുമ്പ് ഒരിക്കലും ക്ലിനിക്കിൽ 23 വയസ്സായ യുവാവ് ഇതുപോലെ തന്നെ വന്നു. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഹാൻഡ് വാഷ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വല്ലാതെ ഡൗട്ട് വരികയാണ്, ഞാൻ ഹാൻഡ് വാഷ് ചെയ്ത് ശരിയായിട്ടില്ലല്ലോ, വീണ്ടും വീണ്ടും കഴുകാൻ വേണ്ടി ചിന്ത വരികയും ഈ ചിന്തകൾക്ക് മൂലം വീണ്ടും റിപ്പീറ്റിംഗ് ആയിട്ട് അദ്ദേഹം കൈ കഴുകേണ്ട ഒരു ആവശ്യം ഉണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളായിട്ട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു വട്ടം കഴുകി കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. പിന്നീട് എനിക്കിങ്ങനെ ചിന്ത വരികയാണ്, കയ്യിൽ എന്തൊക്കെ ഒരു വേസ്റ്റ് ഉണ്ട്, ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് എന്തൊക്കെയുണ്ട്, ഇപ്പോൾ ഇറച്ചി മീനൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ അതിന് നെയ്യ് ഉണ്ട് എന്നുള്ള തോന്നൽ വരികയും വീണ്ടും റിപ്പീറ്റിംഗ് ആയിട്ട് തോന്നൽ വരുന്നതിന് മൂലം ഞാൻ എന്ത് ചെയ്യും, അത് വീണ്ടും വീണ്ടും പോയി കൈ കഴുകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് കുറച്ച് 2 കൊല്ലമായി ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിലും ഭക്ഷണം കഴിച്ച് എങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ നിൽക്കുകയാണെങ്കിലും അതിന് ഓവർ സമയം എടുക്കും. ഞാനൊരു പ്രാവശ്യം 15 വട്ടമൊക്കെ കൈ കഴുകും സാറേ, ഇല്ലെങ്കിൽ ചിലപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ എനിക്ക് ഫ്രീ ആയി കിട്ടുന്ന സമയമാണ്, ഞാൻ ഒരുപാട് സമയം അതിന് വേണ്ടി ചിലവഴിക്കും എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ പല രീതിയിലുമുള്ള കണ്ടാമിനേഷൻ ഒബ്സഷൻസ് ഉണ്ടാവും. അതുമൂലം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ ചില കമ്പൽഷൻസും ചിലപ്പം ചില വ്യക്തികൾ ഉണ്ടാവാറുണ്ട്. കമ്പൽഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആവർത്തിച്ച് വീണ്ടും ആ ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് പല രീതിയിലും ആയിരിക്കാം. ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് ആ പബ്ലിക് ടോയ്ലറ്റിൽ എന്തെങ്കിലും വേസ്റ്റ് ശരീരത്തിലേക്ക് ആകുമോ ഡ്രസ്സിലേക്ക് ആകുമോ എന്നുള്ളത് കൊണ്ട് തന്നെ തീരെ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യാതിരിക്കുക എന്നതൊരു കമ്പൽഷൻ തന്നെയാണ്. അതായത് അവിടെ ഒരു അവോയ്ഡൻസ് സീക്കിംഗ് ആണ്. ആ ഒരു സാഹചര്യത്തെ ഒഴിവാക്കി പോവുക അല്ലെങ്കിൽ സേഫ്റ്റി സീക്കിങ്ങിന് വേണ്ടിയിട്ട് അവർ അത്തരത്തിൽ സാഹചര്യങ്ങൾ ചെല്ലാതിരിക്കാൻ ചെയ്യുന്ന സമയത്ത് ഇത് ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ പേഴ്സണലിനെ ബാധിക്കാം. അതൊരു കമ്പൽഷൻ തന്നെയാണ്. അപ്പോൾ പല രീതിയിലും ഇത് റിപ്പീറ്റിംഗ് ആയിട്ട് ചെയ്യുന്നത് പോലെ തന്നെ പല രീതിയിലുള്ള കമ്പൽഷൻസ് ഉണ്ടാവും. ആ ഒരു സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കമ്പൽഷൻസും ഇത്തരത്തിൽ ആളുകൾക്ക് ഉണ്ടാവും. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പല ഫാമിലികളും ഇത്തരത്തിൽ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ ഫാമിലി റിലേഷൻഷിപ്പിനെ ബാധിക്കാറുണ്ട്. മുമ്പൊരിക്കലും അതേപോലെ തന്നെ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന 2 ആളുകളാണ്. 2 ആളുകളും ലവ് വൈസ് ആണ്. അപ്പോൾ അവരുടെ ഇടയിൽ ഈ ലേഡിക്ക് ഇത്തരത്തിൽ ചെറിയൊരു ഒബ്സഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കമ്പൽഷൻസ് ഉണ്ട്. നന്നായിട്ട് വൃത്തിയായി നടക്കണം, വസ്ത്രം കാര്യങ്ങളൊക്കെ വൃത്തിയായി നടന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ
ലവറിൻ്റെ കൂടെ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓവറായിട്ട് വൃത്തിയാക്കാൻ സമയമെടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെളി ആയി കഴിഞ്ഞാൽ ഡ്രസ്സിൽ എന്തെങ്കിലും ചെളി ആയി കഴിഞ്ഞാൽ സ്പോട്ടിൽ മാറ്റണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു ചിട്ടകളൊക്കെയാണ് ഈ സ്ത്രീകളത്. അപ്പോൾ ഇതൊക്കെ ഈ ലവർക്ക് ഇതൊന്നും വലിയ സുഖമായിട്ട് തോന്നുന്നില്ല, അവർക്ക് വല്ലാതൊരു ബുദ്ധിമുട്ട് ഡിസ്കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവൾ ഓവർ ടൈം എടുക്കുന്ന തന്നെ ഇവന് പോസ്റ്റ് ആവാറുണ്ട് പലപ്പോഴും. പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സിൽ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൈക്ക് ഇപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇത് മറ്റുള്ളവർ നോട്ടീസ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു തോന്നലുകൊണ്ട് തന്നെ ഇവൻക്കത് വല്ലാതൊരു അപമാനമൊക്കെ ആയിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ആ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് കൂടുതലായി വരികയുണ്ടായി, അങ്ങനെ ബ്രേക്കപ്പ് ആയി. അപ്പം പിന്നീട് ആ സ്ത്രീ കൺസൾട്ടിങ് വരുന്ന സമയത്ത് പ്രശ്നങ്ങളൊക്കെ പറയുന്നത് ഈ വ്യക്തി എന്നെ ഇങ്ങനെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്രേക്കപ്പ് ആയി പോയി, എനിക്കത് ഓവർകം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ആ വ്യക്തി കേസിന് വരുന്നത്. അപ്പം ഇത്തരത്തിൽ പല രീതിയിലുള്ള കണ്ടാമിനേഷൻ ഇഷ്യൂസുകൾ, അതായത് കണ്ടാമിനേഷനുള്ള ഒബ്സഷൻസ് വരുന്നത് മൂലം തന്നെ പല ആളുകളുടെ ലൈഫിലും ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പം വൃത്തിയാവുക എന്നത് നോർമൽ ആണെങ്കിലും അത് ഓവറായിട്ട് വൃത്തിയാക്കുന്ന സമയത്ത് പല രീതിയിലും ഇത്തരത്തിലൊരു മാനസിക രോഗം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പം ഓവറായിട്ട് വൃത്തിയാക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഇപ്പം ഇത്തരത്തിൽ തോട്ട് വരിക എന്നത് ഓട്ടോമാറ്റിക്കാണ്, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചോളം ഇത്തരത്തിൽ ചിന്തകൾ വരിക എന്നത് ഓട്ടോമാറ്റിക്കാണ്. പക്ഷേ അതിനെ ഓവർ തിങ്ക് ചെയ്ത് അതിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത് അതിൽ കൂടുതലായിട്ട് നമ്മൾ പിന്നീട് റിപ്പീറ്റിംഗ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫിനും സോഷ്യൽ ലൈഫിനും ഫാമിലി ലൈഫിനൊക്കെ ബാധിക്കും. ഇങ്ങനൊരു പ്രോബ്ലം എനിക്കുണ്ട് എന്നുള്ളത് പലപ്പോഴും പലരും ആരോട് ഷെയർ ചെയ്യാൻ നിൽക്കാറില്ല. കാരണം മറ്റുള്ളവർ എന്തെങ്കിലും മോശമായിട്ട് കരുതോ എന്നുള്ളത് കൊണ്ട് തന്നെ പലരും എന്താ ചെയ്യാറില്ല, ആരോടും ഷെയർ ചെയ്യാനോ ഈവൻ ട്രീറ്റ്മെൻറ്റ് പോകാൻ പോലും ശ്രമിക്കാറില്ല. പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായി കഴിയുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്കും മാനസിക സംഘർഷങ്ങൾക്കും ഫാമിലി ഇഷ്യൂസിലേക്കും റിലേഷൻ പ്രോബ്ലംസിലൊക്കെ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുപാടിലും ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കൺസൾട്ടൻറ്റ് സൈക്കോളജിനെ കണ്ട് നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുക. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നത് തന്നെയാണ്, നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം നല്ലൊരു കൺസൾട്ടൻറ്റ് സൈക്കോളജിനെ കണ്ടിട്ട് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അടുത്ത വീഡിയോ നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്